കൊള്ളാം. ഉളിയന്നൂർ തച്ചൻ മണ്ണും മരവും കൊണ്ടെഴുതിയ കവിത. ഭൂമിയിൽ ഒരു തച്ചന് 8 തരം ഗ്രഹങ്ങൾ പണിയാം. അതെ, എന്തോ ലക്ഷണം കണ്ടിട്ട് നെല്ലൂർമന ഏതിനത്തിൽപ്പെടും? ഹിരണ്യനാഥം, സിദ്ധാർത്ഥം, സുക്ഷേത്രം ഏത്? തെക്കിനി, പടിഞ്ഞാറ്റ, വടക്കിനി, കിഴക്കിനി. 4 ചേർന്ന് നിൽക്കുന്നത് യമശൂർപ്പമല്ല, തീർച്ച. യമദൈവതം മരണം മാത്രം പ്രദാനം ചെയ്യും. അമ്പട തച്ച. ശരവണ, പഴനിയിൽ ആറാടിയ ഭസ്മവും പഞ്ചാമൃതവും ഉണ്ട്. ഒന്നും ഭയപ്പെടണ്ട, അടുക്കില്ല ധാത്രി. തിരുത്തും. എഴുതിയവനെ കൊണ്ട് തന്നെ ഈ കവിത ഞാൻ തിരുത്തിക്കും. സന്ധ്യയ്ക്ക് മുമ്പേ ഉളിയന്നൂർ തച്ചന്റെ തന്നെ താവഴിയിൽ ഒരുത്തൻ ചെമ്പറയിലെത്തും. സ്റ്റോപ്പ് എന്ന് വെച്ചാ നിർത്തുക. ആരാ? ഓ, ആശാരിമാരാണല്ലേ. ഇതിനു മുമ്പ് ഈ അങ്ങാടി കണ്ടിട്ടില്ലല്ലോ. ഇപ്പൊ കണ്ടില്ലേ? അത് മതി. താടിയ കുപിതനാണല്ലേ? അല്ല, യു രഘൂത്തമൻ. പണി അന്വേഷിച്ചു വന്നതായിരിക്കും. താൻ ഞങ്ങൾക്ക് പണി തരണ്ട. ചെമ്പറയിൽ എന്റെ ഗുരുനാഥനുണ്ട്. അവിടേക്കുള്ള വഴി പറഞ്ഞു തരൂ. ചോരകണ്ണ. മര്യാദ കെട്ടവരെ, നിനക്ക് വിഷഹാരി അറിയില്ല. വിഷ ഊതി കയറ്റാനും ഊതി ഇറക്കാനും ഒരു നിമിഷം വേണ്ടിരിക്കെ. വിഷരാജനാ ഞാൻ. നിലവിളിച്ച് മരിക്കാതിരിക്കുക. ഞാൻ വെറുതെ പറഞ്ഞതാ. ഒരു വിഷഹാരി. തനിക്ക് വിഷ ഊതി ഇറക്കാനേ അറിയാവൂ, തുപ്പാൻ അറിയില്ല. അച്ചോ, ആശാനെ കടിക്കാത്ത പാമ്പ് ഏതൊക്കെ? ചത്ത പാമ്പും കടിക്കില്ല, ഫോട്ടോയിൽ കാണുന്നതും കടിക്കില്ല. പാമ്പല്ല, മീന. ആശാനെ കടൽപ്പാമ്പിനെയും കരപ്പാമ്പിനെയും കണ്ട എങ്ങനെ തിരിച്ചറിയാം? പാമ്പിനെ പിടിച്ച് വെറുതെ നക്കി നോക്കുക. ഉപ്പുരസം ഉണ്ടെങ്കിൽ അത് കടൽ പാമ്പ്. ഏഭ്യൻ. ഇത് കാടോ അതോ വീടോ? രണ്ടായാലും നല്ല തടിക്കോളുണ്ട്. ഇതോടെ നമ്മുടെ അരിഷ്ടതകളൊക്കെ അങ്ങോട്ട് നീങ്ങാൻ പോവാ. നമ്മുടെ അല്ല, നിന്റെ. പട്ടാഴി നമ്പൂതിരി പണിക്ക് വിളിച്ചത് നിന്നെ അല്ല, ഇന്നെയാ. പോഴൻ. ഇനി മേലാൽ മൂക്കിലിരുന്ന് മൂളിയാൽ ചിന്തേരിട്ട് കളയും ഞാൻ. എന്തോ ആരോ വിളിച്ചു എന്ന് തോന്നുന്നു. വരിക. അയ്യോ ആശാനെ, മുള്ള്. ഇവിടെ വെച്ച് വേണ്ട, അങ്ങോട്ട് മാറി നിന്ന് മുള്ളുക. അതല്ല, കാലി മുള്ള്. കാലിലെങ്ങനെ മുള്ളിയാ കൊന്നു കളയും ഞാൻ. ആശ വരിക. ആശാനെ, ഒരു ശ്മശാന മൂകത. ഇവിടെ ആരും ഇല്ലേ? ഞാനിവിടെ നിൽക്കുന്നത് കണ്ടൂടാ തെണ്ടി. അതിപ്പോ ഞാൻ അവിടെ ആരും ഇല്ലെന്ന്. എന്നാ അവിടെ ആരും ഇല്ലെന്ന് ചോദിക്കാം. അവിടെ ആരും ഇല്ലേ? നോക്ക നക്കാനോ? എന്തോ തിന്നാൻ കൊണ്ടുവരുവാ. ഉണ്ണിയപ്പോണെങ്കിൽ ഞാൻ എടുക്കും. മനസ്സിലായില്ല. അന്തപുരത്തിലെ അമ്മച്ചിയുടെ പേരെന്താ? ഞാൻ അനന്തൻ. ഞാൻ അനന്തനോ? അനന്ത പത്മനാഭൻ. അമ്മച്ചയല്ല. എന്നാൽ അകത്തേക്ക് പോയി പറയാ, ഉളിയന്നൂർ ആശാരി വന്നിരിക്കണു. വെറും ആശാരിയല്ല, മൂത്താശാരി. അത്ര മൂത്തിട്ടൊന്നുമില്ല. നല്ല അരളിപൂത്ത മണം. അരളിപൂത്ത മണമല്ല, പിന്നെ അവിടെ ആണലി പെറ്റെടുത്ത മണോ. എന്താ കാണുന്നു? അയ്യോ പാമ്പ്, നീ അങ്ങോട്ടോട്, ഞാൻ എങ്ങോട്ടെങ്കിലും ഓടാം. വടക്കിന് കൂടാതെ മറ്റു ഗ്രഹങ്ങൾ ഉണ്ടായാൽ അതിനെ ഹിരണ്യനാഭി എന്ന് പറയും. ഇത്തരം ഭവനങ്ങളിൽ പാർത്താൽ സർവൈശ്വര്യങ്ങളും ധനപുഷ്ടിയുമാണ് ഫലം. പക്ഷേ നമുക്ക് അധ്വാനിക്കേണ്ടി വരും. പാമ്പ് വേലാതിന്റെ വീട്ടിലേക്കാണ് പണിക്ക് വിളിച്ചതെന്ന് അറിയില്ലായിരുന്നു. അമ്മായി അമ്മ പെറ്റ് കിടക്കുന്ന പോലെയല്ല ആണല്ലേ പെറ്റ് കിടക്കുന്ന കാര്യം പറയുന്നേ. സ്വാമി ഉളിയന്നൂർ തച്ചൻ എന്ന് പറയും. ഉളിയന്നൂർ തച്ചൻ ഉളി പിടിക്കുമ്പോൾ കൈവിറയ്ക്കോ? ഇല്ല, ഉളി വിറയ്ക്കും. ആരോടാണോ നിന്റെ തമാശ? അതെ, ഉളിയന്നൂർ തച്ചന്റെ താവഴിക്ക് വികടത്തം പൈതൃക സ്വത്താണ്. അതിന് ഈ ഭൂമി മലയാളത്തിൽ മരുന്നില്ല. നിന്നെ എനിക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് വിളിപ്പിച്ചത്. എന്തിനാണാവോ? മന്ത്രങ്ങളൊക്കെ പറഞ്ഞു തന്നാൽ തെറ്റാതെ ചൊല്ലാൻ അറിയാമോ? അറിയാമോന്ന്
തെറ്റ് പറ്റിയാൽ 100 ആവർത്തി ഇമ്പോസിഷൻ എഴുതിക്കോളാവേ. ഇവനെ കൊണ്ടുപോയി കുളിപ്പിച്ച് ശുദ്ധമാക്കും. ശരി, ക്ഷമിക്കണം. കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ കുളിച്ചതാ. ഇനി അടുത്ത ഞായറാഴ്ച കുളിക്കാവൂ. വ്രതമുണ്ട്. എന്നെ കുളത്തിക്കൊണ്ടിട്ട കുളത്തിലെ മീങ്ങളെല്ലാം ചത്തു പെരുവും. നിശ്ചയ. അറിയോ ദ്രോണരുടെ കയ്യിൽ ഇതിലും വലിയ ദിവ്യായുധങ്ങളുള്ള കാര്യം? മുമ്പ് ചതിച്ച പോലെ ഇതെന്നെ ചതിക്കില്ലടാ. ഏട്ടാ, ജ്ഞാനികളെ ഉണ്ട കൊണ്ടല്ല ബുദ്ധി കൊണ്ട് വേണം കൊല്ലാൻ. ഏട്ടനിപ്പോ തൊഴുത്തിലേക്കില്ലേ? ഏട്ടനെ കാണാൻ വല്ലപ്പുഴയിലെ പോത്തോട്ടക്കാരനില്ലേ കെല്ലാ മുഹമ്മദ് പുള്ളി വന്നിരിക്കുന്നു. ചെല്ല്. ദ്രോണരുടെ നേർക്ക് ജയേട്ടൻ ഉന്നം പിടിച്ചു നിന്നാലും ഈ തോക്ക് പൊട്ടില്ല. അല്ലേ ഗിരിശേട്ടാ? അതെന്താ? നെല്ലൂർ മന ഭദ്രമായിരിക്കേണ്ടത് സാവിത്രിയുടെ ആവശ്യമല്ലേ? സാവിത്രിയുടെ മാത്രം. സാവിത്രി. ഞാൻ ജപിക്കുന്നത് അതേപോലെ ആവർത്തിക്കുക എല്ലാവരും. നേരത്തെ പറഞ്ഞു ഇനി മേലാൽ ആവർത്തിക്കരുതെന്ന്. ഇപ്പൊ പറയുന്നു ആവർത്തിക്കണമെന്ന്. ഞാനിതിൽ ഏതാ വിശ്വസിക്കണ്ടേ? എന്റെ മണി. കുശവ, ആചാര്യം പറഞ്ഞ അനുസരിച്ചാ മതി. ഓ, പൂർവാഗ്നേയീ ദക്ഷിണാച ദക്ഷിണാച നൈര്യതീ പശ്ചിമാ തഥാ നൈര്യതീ പശ്ചിമാ തഥാ